ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും തഖ്വയിൽ അധിഷ്ഠിതമാക്കി തീർക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവും അവന്റെ പ്രവാചകനും കഴിഞ്ഞിട്ടു മാത്രമേ അവന് എല്ലാ കാര്യങ്ങളും ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും മറ്റെന്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുകയും കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികളായ ആളുകൾ. നമ്മളെല്ലാവരും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാണ്. നാം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ അവന് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ അതിനുള്ള കണ്ടീഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ആയത്തിൽ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സാലിഹൻ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഒരു പ്രവർത്തനം സ്വാലിഹാകാൻ രണ്ട് നിബന്ധനകളാണ് ഉള്ളത്. അത് ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടും അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടുമാകണം. രണ്ടാമത്തെ കാര്യം, അത് അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിലും ആകണം. അതേപോലെ തന്നെ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിൽ ശിർക്ക് വരാനും പാടില്ല. ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന് ലിഖാഉല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക എന്നത് സാധ്യമാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ പരലോകത്ത് അല്ലാഹുവിനെ കാണുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്തു ഖിയാമയിൽ വിശദീകരിച്ചിട്ടുണ്ട്. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും, സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി അതിന്റെ പ്രശോഭിതമായ മുഖങ്ങളാണ് ഉണ്ടാവുക. ഇലാ റബ്ബിഹാ നാദിറ, തന്റെ റബ്ബിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇത് വിശ്വാസികളായ ആളുകൾക്ക് അവർ ഭൂമിയിൽ ആഗ്രഹിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വർഗത്തിൽ നിവർത്തിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനെ കാണണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണിറയെ കാണണമെന്നും ആഗ്രഹമുള്ള, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ അവർ അല്ലാഹുവിനെ സ്നേഹിച്ചവരാണ്, ഇഷ്ടപ്പെട്ടവരാണ്. അതിന്റെ അടയാളമാണ് അവർ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ആളുകൾക്ക് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, വസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖായിക, നിന്നെ കാണണമെന്ന ആഗ്രഹം അതിന്റെ മനസ്സിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫീ ഗൈരി ളർറാ മുളിറ, ഒരു പ്രയാസവും ഒരു ഹിജാബുമില്ലാതെ ഒരു തടസ്സവുമില്ലാതെ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. വലാ ഫിത്നത്തിൻ മുളില്ല, ആ കാഴ്ചയിൽ നിന്ന് എന്നെ തടയുന്ന
എന്തെങ്കിലും ദേഹേച്ഛകൾ കൊണ്ട് അതുമില്ലാതെ പടച്ചറബ്ബെ നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വാസികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാർ, ഇതിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ്. പടച്ചറബ്ബിനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്തവർ അവർ അല്ലാഹുവിനോട് സ്നേഹമില്ലാത്തവരാണ്. അല്ലാഹുവിന്റെ ദീനിനോടും അല്ലാഹു ഇഷ്ടപ്പെട്ടവരോടും അവർ സ്നേഹിക്കാത്തവരാണ്. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ജമഅ ഫീഹി മാ ബൈന അത്യബ മാ ഫി ദുനിയ വഹു ശൗഖ് ഇലാ ലിഖാഹി. രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഒന്ന്, ഒരു ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അള്ളാഹു ഈ ഹദീസിൽ ചോദിക്കുക എന്താണത്? അത് വശൗഖ് ഇലാ ലിഖാഹി, അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹമാണ്. ഒരു ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം പടച്ചോനെ കാണണമെന്ന. അതുപോലെ തന്നെ വാത്തിയബ മാ ഫിൽ ആഖിറ, ഇനി ദുനിയാവിലും അവന്റെ ഏറ്റവും വലിയ സന്തോഷം, പരലോകത്തും സ്വർഗത്തിൽ അവന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? വഹുവ അൻ-നദറു ഇലാ വജ്ഹിൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് അവന്റെ ഏറ്റവും വലിയ. ആ രണ്ട് സന്തോഷങ്ങളും ഈ ഹദീസിൽ, ഈ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ തന്നെയും അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ ആഗ്രഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൺകുളിർക്ക് കാണണമെന്നൊരു വിശ്വാസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ വിശ്വാസിയുടെ ആത്മാർത്ഥമായ പ്രവാചക സ്നേഹം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിന്റെ അങ്ങേ തലയാണ്, ഇഷ്ടമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പള്ളിയുടെ സമീപത്തുള്ള ബഖീഉൽ ഖർഖദിൽ ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസ മറമാടാൻ വേണ്ടി ആ ഖബറിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദിത്തു അന്നി ലഖീതു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ, എന്റെ ഇഖ്വാനികളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, എനിക്കവരെ കാണാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുകയാണ്. എന്റെ ഇഖ്വാനികളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഫഖാല അസ്ഹാബു അവലീസ നഹ്നു ഇഖ്വാനുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളുടെ ഇഖ്വാനുകളല്ലേ? ഞങ്ങളും നിങ്ങളുടെ കൂട്ടുകാരല്ലേ? ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇഖ്വാനുകളല്ലേ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങളെന്റെ സഹാബത്താണ്, നിങ്ങളെന്റെ അസ്ഹാബുകളാണ്. വലാകിൻ ഇഖ്വാനി, എന്റെ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബി വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ നേർക്കുനേരെ കാണാത്തവരാണ്. എനിക്ക് ശേഷം വരുന്ന ആളുകളാണ് അവർ, പക്ഷെ എന്നിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. എങ്ങനെന്നറിയോ? ജിബ്രീൽ അവർ കണ്ടിട്ടില്ല. സഹാബത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ മനുഷ്യരൂപത്തിൽ പലതവണ കണ്ടതാണ്. അതവിടെ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നത് കണ്ടവരാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത്. അതവിടെ ഈമാനിന്റെ വർധനവിന് കാരണമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കാനും ആ പ്രവാചകനെ കാണാനും ഭാഗ്യം ലഭിച്ചതാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത്. പക്ഷെ ഈ ആളുകൾ അങ്ങനല്ല, അവരെന്നെ കണ്ടിട്ടില്ല. അവർ എന്നെ സംബന്ധിച്ചുള്ള വേദഗ്രന്ഥങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും അതിലൂടെ എന്നിൽ ഈമാൻ കൊള്ളുകയും ചെയ്തവരാണ്. അതുകൊണ്ട് എനിക്കവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, അവരാരാണ്? റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകനെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഈ ഉമ്മത്തിലെ ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ആളുകളെ കാണണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹിക്ക് അവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽപ്പെട്ട ആളുകളാണല്ലോ നമ്മളൊക്കെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മളെ കാണണമെന്ന് പ്രവാചകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ആ റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളും കാണണമെന്ന് ആഗ്രഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ അശദ്ദു ഉമ്മത്തി ലി ഹുബ്ബൻ, എന്നോട് ഏറ്റവും അധികം ഇഷ്ടമുള്ളവർ എന്റെ ഉമ്മത്തിൽ ആരാണ് നിങ്ങൾക്കറിയുമോ? യകൂനൂന ബഅദി, അവർ എനിക്ക് ശേഷം വരുന്നവരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് അവരുടേതായ മഹത്വവും അതുപോലെ തന്നെ ഫളീലകളൊക്കെ ഉണ്ട്. എന്നിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അവർ കണ്ണിന് മുന്നിൽ കാണുന്ന ഒരു പ്രവാചകനുണ്ട്.
എന്നാൽ കാണാമറയത്ത് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ചില വിശ്വാസികൾ അവർ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹ് ഹദീസാണ്. അതിൽ ഓരോരുത്തരും അഥവാ എനിക്ക് ശേഷം വരുന്നിട്ടുള്ള എന്നെ കാണാത്ത ആളുകൾ അവരെന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. അവിടെ മുഴുവൻ കുടുംബങ്ങളെയും അവിടെ മുഴുവൻ സമ്പത്തിനെയും മാറ്റി നിർത്തിയാലും എന്നെ കാണണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ചില ആളുകൾ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്. അവരാണ് എന്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. പ്രവാചകനോട് പറഞ്ഞത് അവന്റെ കുടുംബത്തെക്കാളും അവന്റെ സമ്പത്തിനേക്കാളും അതൊക്കെ മാറ്റി നിർത്തിയാലും റസൂലുള്ളാഹിനെ കാണാൻ എനിക്ക് അവസരം കിട്ടിയാൽ എന്റെ കുടുംബവും എന്റെ സമ്പത്തും അതിനെനിക്ക് തടസ്സമാവുകയില്ല. അങ്ങനൊരു മുഅ്മിന് ഈമാൻ വളർന്നിട്ടുണ്ടെങ്കിൽ അവനാണ് എന്റെ ഉമ്മത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവൻ, എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനി നമ്മളും ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി പടച്ചവനെ എത്ര സമ്പത്ത് ചെലവഴിച്ചാലും വേണ്ടില്ല, മുത്തനബിനെ കാണാൻ എനിക്ക് ആഗ്രഹം കിട്ടിയാൽ, എനിക്കൊരു അവസരം കിട്ടിയാൽ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇനി ജീവിതത്തിൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ജീവനോടുകൂടി ഒരിക്കലും ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളായ ആളുകൾക്ക് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ വിശ്വാസികൾക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. പിശാചിന് എന്റെ രൂപം പ്രാപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഈ ഹദീസ് പല ആളുകളും തെറ്റായി മനസ്സിലാക്കുകയും അല്ലെങ്കിൽ തെറ്റായിക്കൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസിക്ക് വേണമെങ്കിൽ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അത് ഹഖീഖത്താണ്, സത്യമായ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നൊരു മനുഷ്യന് അറിയാൻ സാധിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ ആ രൂപത്തിൽ ഒരിക്കലും പിശാചിന് സ്വപ്നത്തിൽ വരാൻ സാധിക്കൂല. പക്ഷെ നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇത് ശരിക്കുള്ള പ്രവാചകനാണോ അല്ലയോ എന്നുള്ളത് ഒരു വിശ്വാസിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് രണ്ട് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. അതാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ കണ്ട സഹാബത്താണ്. ആ സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രവാചകൻ അവർ നേർക്ക് നേരെ കണ്ടവരാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് സ്വപ്നത്തിൽ കണ്ടാൽ അവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമായിലുകൾ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ രൂപം ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം, പ്രവാചകന്റെ മുഖം, റസൂലുള്ളാഹിന്റെ നടത്തം, പ്രവാചകന്റെ മുടി, റസൂലുള്ളാഹിന്റെ താടി, എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ വായിച്ചാൽ പ്രവാചകന് നേർക്കുനേരെ കാണുന്നത് പോലെ കാണാൻ ഒരു മനുഷ്യന് കഴിയും. അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത്തരം ഹദീസുകളും അത്തരം ഗ്രന്ഥങ്ങളും വായിച്ച് പഠിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയും. ഈ രണ്ട് ആളുകൾക്കല്ലാതെ അതല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അവർക്ക് സാധിക്കില്ല. ഈ കണ്ടാലും അത് റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ സാധിക്കൂല. ഇനി സഹോദരന്മാർ, ഇത് രണ്ടും ഉണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ സഹാബത്തിന്റെ കാര്യം പോകട്ടെ, അവർ റസൂലുള്ളാഹിനെ കണ്ടവരാണ്. ഇനി അതല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകളും അതുപോലെ തന്നെ പ്രവാചകന്റെ ശമായിലുകളും റസൂലുള്ളാഹിന്റെ രൂപങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കിയാലും ഒരു മനുഷ്യന് പ്രവാചകനെ കാണണമെങ്കിൽ ആ മനുഷ്യന് ഈമാൻ ഉണ്ടാകണം. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനും അനുസരിച്ചുകൊണ്ടാകണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് വൈകുന്നേരത്തും രാവിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലേക്ക് വന്ന എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ സങ്കല്പിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഉമ്മത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ, തനിച്ച ബിദ്അത്തുകളും അതുപോലെ തന്നെ അനാചാരങ്ങളും കണ്ടാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷാണ് ഉണ്ടാകുക. അതല്ല സുഹ്ഖൻ സുഹ്ഖ എന്ന് മഹ്ശറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യണം. ആ ഇത്തിബായിലൂടെ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കുക.
ഇനി മാത്രവുമല്ല സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രാവശ്യം കണ്ട മനുഷ്യന്മാർ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും അതുപോലെ തന്നെ പ്രവാചകത്വവും ഒക്കെ ആ റസൂലുള്ളാഹിനെ നേർക്കുനേരെ കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് പ്രവാചകനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലെ മറ്റൊരു മനുഷ്യനില്ല. ആ മുഖത്ത് തന്നെയും റസൂലുള്ളാഹിന്റെ മുഖം തന്നെയും ആ റസൂലുള്ളാഹിന്റെ സത്യസന്ധതയുടെ അടയാളമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജൂത പണ്ഡിതനായിരുന്നു. മദീനയിൽ താമസിച്ച് മദീനയിലേക്കൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹം യസ്രിബിലേക്കാണ് അഥവാ മദീനയിലേക്കാണ് വരിക എന്ന് മനസ്സിലാക്കി ആ മദീനയിൽ വന്ന് താമസമാക്കിയ ഒരു മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കെത്തി. പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെയും അവർ മദീനയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്, ഇമാം തിർമിദി ധരിക്കുന്ന ഹദീസാണ്, ഫജിഅതു ഫിന്നാസ് ലിഅൻദുറ ഇലൈഹി. അങ്ങനെ ഈ വന്ന മനുഷ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്ന സത്യപ്രവാചകൻ തന്നെയാണോ, വേദഗ്രന്ഥങ്ങൾ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. ഫലമ്മാ തഅമ്മൽതു വജ്ഹഹു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതുപോലെ തന്നെ വസ്തബ്തുഹു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ അറഫ്തു, അദ്ദേഹം ഒന്നും റസൂലുള്ളാഹിയോട് സംസാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖത്തേക്ക്, ആ സൗന്ദര്യമുള്ള മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്, ഒരു കള്ളം പറയുന്ന, ഒരു കളവ് പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യന്റെ മുഖമായി എനിക്ക് മനസ്സിലാക്കുകയും ആ റസൂലുള്ളാഹിനെ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം വിശ്വാസിയാവുകയും ചെയ്തു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ മുഖത്ത് പോലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം പോലും ആ പ്രവാചകത്വത്തിന് തെളിവാണ്. അഥവാ നബിയാണ് എന്നതിന് മറ്റൊരടയാളമില്ലെങ്കിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ ഈമാനുള്ള ആളുകൾക്കത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിനെ വർണ്ണിച്ചു പാടിയൊരു പാട്ടുണ്ട്, അമീനു മുസ്തഫ ലിൽ ഖൈരി യദ്ഉ കദൗഇൽ ബദ്രി സായലഹു ളലാമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം എന്ന് പറഞ്ഞാൽ ഒരു ബദറിന്റെ അഥവാ പൂർണ്ണ ചന്ദ്രന്റെ ഒരു പ്രകാശം പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഒരു തവണ കണ്ട സഹാബത്ത് തന്നെ റസൂലുള്ളാഹിനെ മൊത്തത്തിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഹിജ്റയുടെ സന്ദർഭത്തിൽ ഒരു അത്ഭുത സംഭവം ഉണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഹിജ്റ പോകുന്നു. ആരും അറിയാതെ പാത്തും പൊതുങ്ങിയാണ് റസൂലുള്ളാഹി ഹിജ്റ പോകുന്നത്. അപ്പോൾ ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു. അവർ കുറച്ച് ആടുകളുണ്ട്, 4-5 ആടുകൾ അവിടെ ആ തൊഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. ആടുകളാകെ മെലിഞ്ഞൊട്ടി, അതുപോലെ തന്നെ അകടക്ക് ശുഷ്കിച്ച് പാലൊന്നുമില്ലാത്ത അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ അവിടെ കയറി ചെന്നു. വല്ലതുമുണ്ടോ, പാലുണ്ടോ ചോദിച്ചു. അപ്പോൾ ആ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, പാലൊന്നുമില്ല. അദ്ദേഹം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞിട്ടില്ല, ഇത് മുത്തുനബിയാണെന്ന് അറിഞ്ഞിട്ടില്ല, പാലൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പാത്രം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിന്റെ അകിടിലൊന്ന് തടവുകയും ബിസ്മില്ലാ എന്ന് പറയുകയും റസൂൽ പാല് കറക്കുകയും ചെയ്തു. ആ വീട്ടിലെ മുഴുവൻ പാത്രങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് കറന്നു വെച്ചു. ഇന്ന് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖും അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തും പാല് കുടിച്ച് അവർ യാത്രയായി. അങ്ങനെ ആ പെണ്ണിന്റെ ഭർത്താവ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ആടിന്റെ അകിടുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, വീട്ടിൽ പാത്രങ്ങൾ മുഴുവൻ പാല് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് വലിയൊരു അത്ഭുതം വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഉമ്മു അബ്ദുർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതിലൂടെ ഒരു മനുഷ്യൻ വന്നിരുന്നു, അദ്ദേഹത്തിന്റെ മുഖം തന്നെ വെട്ടിത്തുടങ്ങുന്നൊരു മുഖമാണ്, അത് ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോ തന്റെ ഭർത്താവ് ആ പെണ്ണിനോട് പറയാൻ, ഇത് മക്കയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന പ്രവാചകനായിരിക്കാം ഒരുപക്ഷെ. എന്നിട്ട് തന്റെ ഭാര്യയോട് അദ്ദേഹത്തിന്റെ രൂപം വർണ്ണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ കണ്ട പ്രവാചകൻ നിങ്ങൾ എനിക്കൊന്ന് വർണ്ണിച്ചു തരും. അങ്ങനെ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കുറഞ്ഞ സമയം മാത്രം കണ്ട ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കുന്ന ഹദീസ്, പിന്നെ പ്രവാചകന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹിനെ വളരെ സൂക്ഷ്മമായി ആ പെണ്ണ് വർണ്ണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കിത് വിശദീകരിക്കാം.
അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനെ കണ്ട റസൂലുള്ളാഹിനെ മൊത്തത്തിൽ വർണ്ണിച്ചിട്ടുള്ള സഹാബത്തുണ്ട്. പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. മഹാനായ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയാൻ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഫീ ലൈലത്തിൻ ഇദ്ഹയാനിൻ, അഥവാ നല്ല ചന്ദ്രൻ പിന്നെ പിറന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പൗർണമി രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കാണുകയുണ്ടായി. വഅലൈഹി ഹുല്ലത്തുൻ ഹംറ, ആ പ്രവാചകൻ ഒരു ചുവന്ന മേൽക്കുപ്പായം ധരിച്ചിട്ടുണ്ട്. അഥവാ അവിടെ നമുക്കറിയാം മരങ്ങളൊന്നുമില്ല, നല്ല പൗർണമി രാവിൽ നല്ല നിലാവുണ്ടാകും. അറബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ സഹാബത്തിന്റെ കൂടെ പല ദീനി കാര്യങ്ങളും ആ പള്ളിയുടെ പുറത്തിരുന്ന് വർത്തമാനം പറയാറുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാൻ, ഫജഅൽതു അൻദുർ ഇലൈഹി വഇലൽ ഖമരി, ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചുവന്ന മേൽക്കുപ്പായം ധരിച്ച് ആ നിലാവിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഞാനിങ്ങനെ കാണാൻ. ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചന്ദ്രനെയും ഞാൻ മാറി മാറി നോക്കുകയാണ്. അപ്പോൾ ഫലഹു അഹ്സനു മിനൽ ഖമർ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ നോട്ടത്തിൽ എനിക്ക് ആ പൗർണമി രാവിലെ ചന്ദ്രനേക്കാൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എനിക്ക് സൗന്ദര്യമുള്ളതായിക്കൊണ്ട് എനിക്ക് തോന്നിയത് എന്ന്. ഇത് സഹാബത്തിന് വർണ്ണനയ്ക്ക് വേണ്ടി പറയുന്നത് ഹഖീഖത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സൗന്ദര്യമുള്ള ഒരു മനുഷ്യരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇതിന്റെ പ്രവാചകനെ കണ്ട സഹാബത്ത് പറയാൻ. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിറിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പിന്നെ അടുത്ത കുടുംബത്തിൽപ്പെട്ട റുബയ്യ ബിൻത് മുഅവ്വിദിനോട് ചോദിക്കാൻ, സിഫ്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിഫിലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ട ആളാണല്ലോ, നിങ്ങൾ എനിക്ക് റസൂലുള്ളാഹിനെ വർണ്ണിച്ചു തരണം. അപ്പോ ആ മഹദി പറ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലൗ റഅയ്തഹു റഅയ്ത അശംസ താലിഅതൻ, നീ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനെ നീ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു ജ്വലിച്ചു നിൽക്കുന്ന ഒരു സൂര്യനെ പോലെ, അല്ലെങ്കിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നിനക്ക് കാണാൻ സാധിക്കുക. അത്രയും സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, കാന റബ്അതൻ മിനൽ ഖൗം ലൈസ ബിത്വീൽ വലാ ബിൽ ഖസീർ, റസൂലുള്ളാഹിന്റെ നിറം മഹാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വർണ്ണിക്കാൻ. എങ്ങനെയായിരുന്നു, എന്താണ് റസൂലുള്ളാഹിന്റെ നിറം? പ്രവാചകന്റെ ഹദീസ് പിന്നെ അദ്ദേഹം പറയാണ്, കാന റബ്അതൻ മിൻ ഖൗമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിച്ച സമുദായത്തിൽ ഒരു മധ്യ നീളമുള്ള ആളായിരുന്നു. ലൈസ ബിത്വീൽ വലാ ബിൽ ഖസീർ, നല്ല നീളമുള്ള അല്ലെങ്കിൽ പറ്റേ നീളം കുറവുള്ള ആളുമല്ല. അസ്ഹറൽ ലൗൻ, പ്രവാചകന്റെ നിറം അസ്ഹറുൽ ലൗനായിരുന്നു. ഇതവാ ലൈസ ബി അബിയൽ വൽ അംഹഖ് വല അദം, അഥവാ കടുത്ത തവിട്ട് നിറവുമല്ല, എന്നാൽ വളരെ വെളുത്ത നിറവുമില്ലാത്ത നല്ല സൗന്ദര്യമുള്ള ഒരു വെളുപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്മാരിൽ ഏറ്റവും സൗന്ദര്യമുള്ളൊരു മനുഷ്യനായിരുന്നു പിന്നെ മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ പിന്നെ ഹദീസുകൾ കാണാം, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആളെന്ന് പറഞ്ഞാൽ അത് ആദം നബിയാണ്. ആദം നബിയുടെ സൗന്ദര്യത്തിന്റെ പകുതിയും അതുപോലെ തന്നെ ഒക്കെയാണ് ഈ പ്രവാചകമാക്കി കിട്ടി. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് സാദൃശ്യമുള്ള ആളായിരുന്നു എന്നുവരെ ചില റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹവും ഒക്കെ നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീൻ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ചില ആളുകൾ ആചരിക്കുന്ന ഒരു ദിവസവും മാസവുമാണിത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ റബീഉൽ അവ്വൽ 12-നാണ്, ളുഹ സമയത്താണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്നിട്ടുള്ളത് തിങ്കളാഴ്ചയാണ്.
ആ ദിവസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ച യൗമുൻ ഉലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ പല പ്രത്യേകതകളും പ്രവാചകൻ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ ഒന്നാണ് യൗമുൻ ഉലിത്തു ഫീഹി, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. ആ ജനിച്ച ദിവസത്തിൽ ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയാൻ പോകുന്നത്? കാരണം ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു, മാസവും വർഷമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടില്ല. ആ ജനിച്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അന്ന് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. കാരണം ഇസ്ലാമിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതിന്റെ ഒരു അടയാളമാണ് നോമ്പ് എന്നുള്ളത്. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് റമദാനിൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിർഔനിന്റെ പ്രയാസങ്ങളിൽ നിന്നും ഫിർഔന്റെ അക്രമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. ആ മുഹറം 10ന്റെ അന്ന് നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ആ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അവിടെ ചെറിയൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ ഒരു ഇബാദത്ത് റസൂൽ പഠിപ്പിച്ചെന്നു. ഏകദേശം ഒരു വർഷത്തിൽ 50-ലധികം തിങ്കളാഴ്ചകൾ വരും. പ്രവാചകനോട് സ്നേഹമുള്ള ആളുകൾ അതിലൊക്കെ നോമ്പ് നോൽക്കും. അപ്പൊ പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ ഒരു ഇബാദത്ത് പ്രവാചകൻ പഠിപ്പിച്ചെന്ന നോമ്പാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ശരീഅത്തിൽ ഇസ്ലാമിൽ നോമ്പ് ഉള്ള ഒരു ദിവസത്തിൽ പിന്നെ അന്ന് ഈദ് ഉണ്ടാവില്ല, അഥവാ അന്ന് പെരുന്നാൾ ഉണ്ടാവില്ല. കാരണം പെരുന്നാളിന്റെ നോമ്പ് ഒരിക്കൽ ഹറാമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ റസൂലുള്ളാഹിക്ക് ഒരു ഈദ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അതൊരു ഈദാക്കണമെന്ന് റസൂൽ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ റസൂൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അന്ന് റസൂൽ നോമ്പൊൽക്കാൻ പറയില്ല, അന്ന് നിങ്ങൾ ഈദ് ആഘോഷിച്ചോ എന്ന് പറയാം. കാരണം ഈദിന്റെ അന്ന് നോമ്പൊൽക്കൽ ഹറാമല്ലേ, പെരുന്നാളിന്റെ നോമ്പൊൽക്കൽ ഹറാമല്ലേ. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ജന്മദിനം ഈദാക്കരുത് എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് പ്രവാചകൻ എന്ന ഇബാദത്തെ അനുഷ്ഠിപ്പിച്ചത്, ആ നോമ്പൊൽക്കാൻ കൽപ്പിച്ചത് ഉലമാക്കൾ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ തന്നെയും ധാരാളമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇസ്ലാമിൽ ഒരു ഈദ് ഉണ്ടെങ്കിൽ, ഈദ് മീലാദുൻ നബി എന്നൊക്കെയാണ് ചില ആളുകൾ പറയാറുള്ളത്, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ ഈദ് ആഘോഷം. ഇസ്ലാമിൽ രണ്ട് പെരുന്നാളുകൾ, ഒരു ജുമഅയുണ്ട്. ജുമഅയും ഈദാണ്. ഈ ജുമഅ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ഹദീത്തിൽ വളരെ വ്യക്തമായി വന്നിട്ട്, സുബൈന്റെ റക്അത്തിൽ എന്തൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത്, അന്ന് സൂറത്തുൽ കഹ്ഫ് പ്രത്യേകം ഓതണം, അന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കണം, അസറിന് നമസ്കാര ശേഷം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം, ജുമഅക്ക് നേരത്തെ വരണം, കുളിച്ചു വരണം, സുഗന്ധം പൂശി വരണം, നല്ല വസ്ത്രം ധരിച്ചു വരണം, ഖുതുബ ശ്രദ്ധിക്കണം, പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കണം, ഇതൊക്കെ പ്രവാചകന്റെ ഹദീസിലുണ്ട്. ഇതേപോലെ തന്നെ പെരുന്നാക്കുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ ചെറിയ പെരുന്നാളിൽ ഭക്ഷണം കഴിച്ചു വരണം, വലിയ പെരുന്നാളിൽ ഭക്ഷണം കഴിക്കാതെ വരണം, വഴിമാറി വരണം, പുതിയ വസ്ത്രം ധരിച്ചു വരണം, തക്ബീർ ചൊല്ലി വരണം, വഴിമാറി, ഇതെല്ലാം പ്രവാചകന്റെ ഹദീസിലുണ്ട്. ഇതാണ് ശരീഅത്തിലുള്ള ദീനിലുള്ള ഈദ് എന്ന് പറഞ്ഞാൽ. അതേസമയത്ത് നമ്മൾ കെട്ടിയുണ്ടാക്കിയ ദീനാണെങ്കിൽ, അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന ഈദാണെങ്കിൽ, ഇന്നിപ്പോ നബിദിനത്തിന്റെ അന്ന് എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഹദീസിൽ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ എവിടെയില്ല. അപ്പൊ പിന്നെ ഓരോ മഹല്ലുകാർ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇങ്ങനെ ചെയ്യാൻ. സഹോദരന്മാരെ, ഓരോ മഹലിലും ഓരോ ദീനുണ്ടാവോ? ഓരോ പഞ്ചായത്തിലും ഓരോ ദീനുണ്ടാകോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കിയതല്ലേ നമുക്കുണ്ടാകുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, അതിലൊന്നൊരു വ്യത്യാസമല്ല. നമ്മൾ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിസ്കരിച്ചതുപോലെ തന്നെയാണ് നിസ്കരിക്കുന്നത്, ഖുത്ബ നിർവഹിച്ചതുപോലെ തന്നെ നിർവഹിക്കുന്നത്. ചില ആൾക്കാരും മലയാള ഭാഷ ഉണ്ട്, റസൂലുള്ളാഹി അവരുടെ സ്വന്തം ഭാഷയിൽ നിസ്കരിച്ചു, നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്നു. പെരുന്നാളും അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. ലോകത്തെല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് ഈദ് ആഘോഷിക്കുന്നു, ജുമുഅ പെരുന്നാളും. പക്ഷെ നബിദിനങ്ങൾ എടുത്തു നോക്കി, മലേഷ്യയുള്ളത് പോലെയല്ല ഇന്ത്യയിലുണ്ടാകുക, ഇന്ത്യയുള്ളത് പോലെയല്ല പാകിസ്ഥാനുണ്ടാകുക, പാകിസ്ഥാനുള്ളത് പോലെയല്ല ബംഗ്ലാദേശ് ഉണ്ടാകുക, അവിടെ ഉള്ള പോലെയല്ല ഇവിടെ ഉണ്ടാകുക. ഒക്കെ ഓരോ മഹലിലും അവിടുത്തെ പണ്ഡിതന്മാരും അവിടുത്തെ ഖാദിമാരും തീരുമാനിക്കുന്ന മൂലം ആഘോഷത്തിൽ വ്യത്യാസം, അതുപോലെ തന്നെ പള്ളികൾ അലങ്കരിക്കുന്ന, ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. അപ്പൊ ദീനിൽ ഉള്ളതിൽ ഒരിക്കലും വ്യത്യാസം ഉണ്ടാവില്ല, എല്ലായിടത്തും ഒരുപോലെയായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകനോ സഹാബത്തോ 3 നൂറ്റാണ്ടിൽപ്പെട്ട ആളുകളോ ഒന്നും ആഘോഷിക്കാത്തൊരാഘോഷം നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിൽ അതാണ് മുത്തുനബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് സഹാബത്തിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ, ചില്ലറക്കാരൊന്നല്ല, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, നബിയെ നിങ്ങളൊക്കെ വലിയ മഹാനല്ലേ, നിങ്ങളെല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുനിന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ കുറച്ചുകൂടി അധികം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നബി. ഇമാം ബുഖാരി കിതാബുൽ ഈമാൻ ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങൾക്ക് പിന്നെ ഇത്രയൊക്കെ ചെയ്താൽ മതിയല്ലോ, പക്ഷെ നിങ്ങളുടെ അടുത്തൊന്നും ഞങ്ങൾ എത്തൂലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി അധികമായിക്കൊണ്ട് ചെയ്യണം, അതുകൊണ്ട് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു തരും നബി എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് റസൂലുള്ളാഹിന്റെ ദീനോടുള്ള സ്നേഹം കൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തണമെന്ന ആഗ്രഹം കൊണ്ടും, ദീന് പൊളിക്കണം എന്ന ആഗ്രഹം കൊണ്ടല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്താ റസൂലുള്ളാഹിന്റെ പ്രതികരണം? വെരി ഗുഡ്, സബാഷ് എന്നാണോ? ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നു വരുന്നതായിക്കൊണ്ട് ഞങ്ങൾ കണ്ടു, റസൂലുള്ളാഹിന്റെ കോപം വർദ്ധിച്ചതായിക്കൊണ്ട് ഞങ്ങൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായിക്കൊണ്ട് ചോദ്യവുമായി കൊണ്ടുവന്ന സഹാബത്തിനോട് ദേഷ്യപ്പെടുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത്? ആന ആലമുക്കും ബില്ലാഹ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നവൻ ഞാനാണ്, ദീനിനെ പഠിച്ചവൻ ഞാനാണ്. അന അത്ഖാകും ബില്ലാഹ്, അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ളവനും ഞാനാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് നിന്നാ മതി, അപ്പുറത്തേക്ക് പോകണ്ട. ഞാൻ പഠിച്ച ദീന് പാലിച്ച് നടന്നാ മതി, അപ്പുറത്തേക്ക് ചാടാൻ നിൽക്കണ്ട, എന്നേക്കാൾ അധികമാകാൻ നോക്കരുത്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തന്റെ ഫത്ഹുൽ ബാരിയിൽ 5-6 കാര്യങ്ങൾ വിശദീകരിച്ചതിൽ ഒരു കാര്യം എന്താ അറിയോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താണെങ്കിലും അതുപോലെ തന്നെ ദിക്റുകളാണെങ്കിലും ദുആകളാണെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ചെടുത്ത് നിൽക്കണം, അപ്പുറത്ത് പോകാൻ പാടില്ല. അത് റസൂലുള്ളാഹിന്റെ സ്നേഹമല്ല, റസൂലുള്ളാഹിക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണത്. അത് റസൂലുള്ളാഹിക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കാര്യമില്ല. മാത്രമല്ല, ഇപ്പൊ ഇതൊക്കെ ആഘോഷങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാം മറ്റു സമുദായങ്ങളുമായി കൊണ്ട് സാദൃശ്യമുള്ള എത്രയോ കാര്യങ്ങൾ. എന്നാൽ ഇസ്ലാമിന്റെ ഒരു ഇബാദത്തിലും മറ്റു സമുദായങ്ങളുമായിട്ട് സാദൃശ്യം ഉണ്ടാവില്ല. നമ്മൾ വലിയ പെരുന്നാൾ കഴിക്കണ പോലെ ഇവിടെ ഏതെങ്കിലും കൗമ് ആഘോഷിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ പെരുന്നാളിന്റെ അല്ലെങ്കിൽ ഈദുൽ ഫിത്തറിന്റെ ഏതെങ്കിലും ഒരു ഇബാദത്തിന് ഇവിടുത്തെ ഹൈന്ദവരോടോ ക്രിസ്ത്യാനികളോടോ സാദൃശ്യമുണ്ടോ? ഉണ്ടോ സഹോദരന്മാരില്ലല്ലോ. അത് വേറെ ഇസ്ലാമിന്റെ ആരാധനയാണ്. എന്നാൽ നബിദിനാഘോഷത്തിന് എന്തൊക്കെ സാദൃശ്യങ്ങളാണ് മറ്റു സമുദായങ്ങളുമായിട്ടുള്ളത്? റാലി നടത്തുന്നവർ, ഇപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഇപ്പൊ ഇന്ന് പാതിര, ഇന്ന് 3 മണിക്ക് പ്രത്യേകമായിക്കൊണ്ട് മൗലിദാഘോഷമുണ്ട്. ഇത് എവിടുന്ന് വന്നതാണ്? ഇത് ക്രിസ്ത്യാനികൾ പാതിരാ കുർബാന ഡിസംബർ 25 അന്ന് രാവിലെ അവർ പാതിരാ കുർബാന നടത്തുന്നുണ്ട്. അവിടുന്ന് വന്നതാണിത്. ക്രിസ്ത്യാനികൾ പള്ളി അലങ്കരിക്കുന്നു, നമ്മളും പള്ളി അലങ്കരിക്കുന്നു. അവർ റാലി നടത്തുന്നു, നമ്മൾ റാലി നടത്തുന്നു. തോരണങ്ങൾ ലേറ്റതൊക്കെ അവിടുന്ന് വന്നതാ. പക്ഷെ ഇസ്ലാമിലുള്ള ഇബാദത്തിന് മറ്റൊരു ഖൗമിന്റെ ഇബാദത്തുമായിക്കൊണ്ട് ഒരു സാദൃശ്യം ഉണ്ടാവില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ ജുമസ്കരിക്കണ പോലെ ഏതെങ്കിലും ഖൗം ഇവിടെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഉണ്ടാകൂല. അത് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മുഖാലഫത്തുൽ യഹൂദി വൻ നസാറ ഇസ്ലാമിന്റെ അസ്ലാണ്. ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ റസൂലുള്ളാഹിയുടെ സ്നേഹമല്ലേ എന്ന് വിചാരിച്ച് പല ആളുകളും അതിൽ പെട്ടുപോകുന്നുണ്ടാകും. സഹോദരൻ, അതൊന്നും ഇസ്ലാമല്ല. ഇനി മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ബിദഅത്തുകളും ഖുറാഫാത്തുകൾക്കൊക്കെ പുറമെ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞ ആളുകളെ വഞ്ചിക്കുക. അപ്പോൾ ഒരു ചെങ്ങായി കൊണ്ടുവന്ന് ഒരു മുടി കൊണ്ടുവന്നിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് 1/2 സെന്റിമീറ്റർ വളർന്നു പോലും. നഊദുബില്ല. മാത്രമല്ല, അയാൾ പറയാണ് റസൂലുള്ളാഹിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കലർന്ന വെള്ളം എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ വിശ്വസിക്കാൻ പാകത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളുടെ തലച്ചോറുകൾ പാകപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെന്താ സഹോദരന്മാർ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കലർന്ന വെള്ളം, അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് മരിച്ചുപോയില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പിന്നെ എവിടുന്നാ കിട്ടിയത്? ആരാണ് ഇതിന്റെ പരമ്പര? എവിടുന്നാ അത് കിട്ടിയത്? ഇതൊന്നും ആളുകൾക്ക് അറിയണ്ട. സ്നേഹം ഉണ്ടായാൽ മതി, പരമ്പര ചോദിക്കണ്ടെന്നാ. മുത്തനബിനോട് സ്നേഹമുണ്ടോ? വെള്ളം കുടിച്ചോ? പരമ്പര സനൊന്നും ചോദിക്കണ്ട. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാർ, ദീൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു ദിക്റാണ് കൊടുത്തിട്ട് ആണെങ്കിൽ ചെല്ലിക്കോ, മുത്തനബി സുന്നത്തുണ്ടെങ്കിൽ ചെല്ലിക്കോ, സനതും പരമ്പര ചോദിക്കണം. ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരിക്കും? 10 ആളുകളും 11 മതം ഇവിടെ കടത്തിക്കൂട്ടിയാൽ അള്ളാഹിന്റെ ദീന് പിന്നെ കുട്ടിച്ചോറാകാൻ വേറെ വല്ലതും വേണ്ടോ? അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞാൽ മക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നത് മുഴുവൻ സ്വീകരിച്ചോ, അത് സ്വീകരിച്ചാൽ മതി.
അതുകൊണ്ട് സഹോദരൻ, ഇത്തരം ബിദ്അത്തുകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കണം. അറിയാത്ത ആൾക്ക് പറഞ്ഞു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ അറിയാതെ റസൂലുള്ളാഹിയുടെ സ്നേഹമാണെന്ന് വിചാരിച്ച് ചെയ്യാണ്. ഇതൊന്നും ബിദ്അത്തിന്റെ ഗൗരവം പല ആളുകൾക്കും അറിയില്ല. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹൗദുൽ കൗസറിൽ വരുമ്പോൾ ബിദ്അത്ത് ചെയ്ത ആളുകൾക്ക് സുഹഖൻ സുഹഖ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആട്ടിയകറ്റുന്ന രംഗം വിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളൊന്നുമില്ലാത്ത ലോകത്തെ മുഴുവൻ മുഹദ്ദിസീങ്ങളും റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരും ഹദീസ് എഴുതി വെച്ചവരും ഒറ്റ ഹദീസും ആ രംഗത്ത് തെളിവായി നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകൾ നമുക്ക് വിട്ടുനിൽക്കുകയും അത്തരം കളവ് പറയുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി കൊണ്ട് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.